ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മളിന്ന് പുറത്ത് അടുപ്പുണ്ടാക്കി കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പം ഞങ്ങളിതാ മണ്ണൊക്കെ കുഴിച്ച് അടുപ്പുണ്ടാക്കാൻ വേണ്ടി സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണൊക്കെ ഇതാ മാന്തി കുഴിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പുറത്ത് അടുപ്പുണ്ടാക്കാൻ പോവാണ്. അതിന് മണ്ണൊക്കെ മാന്തി ഒക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് വിറകൊക്കെ പെറുക്കാൻ അനുവും നന്ദുവും ആദ്യവും കൂടി പോയിരിക്കുകയാണ്. അപ്പോൾ അനു മൂന്നാൾക്കും കുറച്ച് കുറച്ച് വിറകൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ചൊക്കെ വിറക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുപ്പുണ്ടാക്കാനുള്ള വിറകൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആദുവും നന്ദുവും അനുവിൻ്റെ അസിസ്റ്റൻസ് ആയിട്ട് ഇങ്ങനെ അനു പറഞ്ഞതൊക്കെ കേട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദാ എല്ലാവരും വിറകൊക്കെ പെറുക്കി അടുപ്പ് സെറ്റാക്കാൻ വേണ്ടി പോവാണ്. ആദു നന്ദുവൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തൊക്കെ അടുപ്പൊക്കെ വെച്ച് കുക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അനു ഇതാ നമ്മളെ അടുപ്പിൽ വെക്കാനുള്ള വിറകൊക്കെ കറക്റ്റ് ഇങ്ങനെ പാകത്തിൽ ഇങ്ങനെ സൈസിൽ മുറിച്ച് വെക്കുകയാണ്. കുഞ്ഞു കുഞ്ഞിതാക്കി വെക്കുകയാണ്. അനു ഇതാ കാലൊക്കെ വെച്ച് ഓടിച്ചൊക്കെ മുറിക്കുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മളിന്ന് പാൽപ്പായസമാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. ഉദ്ഘാടനം തന്നെ പാൽപ്പായസമാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അനു ഇതാ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി വിറകൊക്കെ സെറ്റാക്കി അടുപ്പ് കത്തിക്കാൻ പോവാണ്. അപ്പോൾ അനു ഓലക്കൊടിയും വിറകും ഒക്കെ എടുത്തിങ്ങനെ സെറ്റാക്കി വെക്കുകയാണ് അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിന്ന് ഈ ചട്ടിയിലാണ് പാൽപ്പായസം വെക്കാൻ പോകുന്നത്. അനു ചട്ടിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഉദ്ഘാടനം ചെയ്യുകയാണ് അനു. നമ്മുടെ മെഴുകുതിരിയിലൊക്കെ കത്തിച്ച് ഓലക്കൊടിയിലൊക്കെ കത്തിച്ച് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ അടുപ്പ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു അനു. അപ്പോൾ അടുപ്പ് ഒന്ന് പുകയൊക്കെ വരുന്നുണ്ട്. പക്ഷേ കുറച്ച് താമസിച്ചായാലും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അടുപ്പ് കത്തിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അടുപ്പ്. നല്ല സൂപ്പറായിട്ട് കത്തിയിട്ടുണ്ട്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ നല്ല സൂപ്പറായിട്ട് കത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പാൽപ്പായസം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഏകദേശം അര ലിറ്റർ പാലാണ് കേട്ടോ നമ്മളിപ്പോൾ പാൽപ്പായസം ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യണത്. ചെറുതായിട്ട് പുകയൊക്കെ വരുന്നുണ്ട്. അനുദ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പാൽ കുറച്ചൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാൽ നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമുക്ക് അരി ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അനു ഇങ്ങനെ നന്നായിട്ട് പാലിൽ നിന്ന് കണ്ണ് എടുക്കാതെ ഇങ്ങനെ തിളയ്ക്കണം നോക്കിയിരിക്കുകയാണ്. അപ്പോൾ തിളച്ചു ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു നെല്ലുത്തരിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നെല്ലുകുത്തി അരിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ച അരിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഇപ്പോൾ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു ബൗളിനനുസരിച്ചാണ് നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാലിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അരി നന്നായിട്ട് വെന്ത് വരണം. നമ്മുടെ പാൽപ്പായസം ആവണമെങ്കിൽ ആദും നന്ദും ഒക്കെ അവിടെ ഇങ്ങനെ അനു ഇങ്ങനെ പാൽപ്പായസം ഉണ്ടാക്കണം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പാൽപ്പായസം ഉണ്ടാക്കി നമ്മൾ രാത്രി ആയിട്ടുണ്ട്. നമ്മളൊരു വൈകുന്നേരം ആകുമ്പോഴാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി വന്നപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ലൈറ്റിൻ്റെ കുറവൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ആവശ്യത്തിനുള്ള ഒരു ബൗൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പായസത്തിനനുസരിച്ച് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിൽ പഞ്ചസാര ഇടാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ബൗൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നല്ല സൂപ്പറായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അനു ഇങ്ങനെ ആ പാൽപ്പായസം ഉണ്ടാക്കണ മുതലേ അവിടെ ഇരുന്ന് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദു നന്ദു അവിടെ അനു ഉണ്ടാക്കണം നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. രാത്രിയായിട്ട് രണ്ടാളും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അനുവിൻ്റെ അടുത്ത് തന്നെ പോയി ഇരിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അനു നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാൽപ്പായസം ഏകദേശമൊക്കെ ആവാറായിട്ടുണ്ട്. അനു ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അനുവിൻ്റെ വായിൽ കോലുമുട്ടായി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കുറേ നേരം ഇളക്കി നല്ല അരിയൊക്കെ വെന്തോന്നൊക്കെ നോക്കി പാൽപ്പായസം അടിപൊളിയായോ എന്നൊക്കെ നോക്കുക ആണ് അനു. ആദും നന്ദും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. വിധു കടന്നുറങ്ങിയതാണ് തോന്നുന്നു. അതുകൊണ്ട് വിധുവിനെ കാണാനില്ല. അപ്പോൾ നമ്മുടെ പാൽപ്പായസം ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റിനും വേണ്ടിയിട്ട് നമ്മൾ അതിലോട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് കുറച്ച് നമ്മളിങ്ങനെ മുകളിൽ കൂടി ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്താൽ. വേണമെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂം റൈസിൻസൊക്കെ ആഡ് ചെയ്യാം. പക്ഷെ ഞങ്ങളതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അനു നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ടേസ്റ്റൊക്കെ ഇത് നോക്കുന്നുണ്ട്.
എങ്ങനെ ഉണ്ടെന്ന് അവൾ പറയും കേട്ടോ. ഞങ്ങൾ കഴിച്ച് നോക്കി, ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കഴിച്ച് നോക്കി, അടിപൊളിയായിരുന്നു, നല്ല പായസമായിരുന്നു. അപ്പോൾ അനു കഴിച്ചിട്ട് സൂപ്പറാന്നൊക്കെ പറയും. നല്ല ഫ്രണ്ട്സ്, സൂപ്പർ ആയിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പായസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.